അങ്ങനെ 100-400 കിലോമീറ്ററും കഴിഞ്ഞ് നമ്മൾ രാമേശ്വരം എത്താറായി. രാമേശ്വരത്തിൻ്റെ പാമ്പം പാലത്തിലോട്ട് കയറിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം നമ്മൾ അത്രയും നേരത്തെ യാത്ര കഴിഞ്ഞ് നമ്മൾ എത്തിയല്ലോ എന്നുള്ള സന്തോഷമായിരുന്നു. അങ്ങനെ നമ്മൾ കയറി കഴിഞ്ഞ് ഞങ്ങൾ അന്ന് തന്നെ അവിടെ റൂം എടുത്തിട്ട് പിന്നെ അന്ന് നമ്മൾ അമ്പലത്തിലൊന്നും തൊഴാൻ പോയില്ല. പിറ്റേ ദിവസം രാവിലെ നേരത്തെ എണീറ്റ് 5 മണിക്ക് എണീറ്റ് നമ്മൾ കടലിലൊക്കെ പോയി മുങ്ങിക്കുളിച്ച് അവിടുത്തെ 22 കിണറിലെ തീർത്ഥാടന കിണറിലെ വെള്ളവും ദേഹത്തൊഴിച്ച് അതിനുശേഷം നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അമ്പലത്തിൽ തൊഴാൻ നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അതിനകത്ത് കുറച്ച് ചില ഭാഗങ്ങളിൽ നമുക്ക് അവിടെ ഫോൺ അലൗഡായിരുന്നു, അതിനകത്തോട്ടൊന്നും ഫോൺ അലൗഡായിരുന്നില്ല. അപ്പോൾ എടുക്കാൻ പറ്റുന്ന പോർഷൻസൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിപ്പോൾ ക്യൂവിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇതാ നമുക്ക് അതിനകത്തോട്ടൊക്കെ കയറി പോകണം. അവിടെയാണ് നമ്മൾക്ക് പോയി തൊഴേണ്ട സ്ഥലം. അങ്ങനെ ഞങ്ങൾ ക്യൂവിൽ നിൽക്കുകയാണ്. അപ്പോൾ കണ്ണൻകുട്ടൻ എന്താ ഫേസിൽ ഇതാ ഇതുപോലെ മറ്റേ ആ ഒരു അച്ച് വെച്ചിട്ട് ഇങ്ങനെ പൊട്ട് തൊട്ടിട്ടുണ്ടായിരുന്നു. ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ അകത്തോട്ട് പോയി. അവിടുത്തെ ആ തമിഴ്നാടിൻ്റെ ആ ഒരു കൊത്തുപണികൾ ഭയങ്കര രസമായിട്ടോ. ഒരുവിധം എല്ലാ അമ്പലങ്ങളിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമ്മൾ നന്നായിട്ട് തൊഴാനും പറ്റി. അതിനുശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ പറ്റുമ്പോൾ ഞങ്ങളുടെ 3 പേരുടെയും മുഖത്ത് നിങ്ങൾക്ക് ആ ഒരു ഇത് കാണാം കേട്ടോ, ആ ഒരു പൊട്ട് കാണാം. അങ്ങനെ പിറ്റേ ദിവസമല്ല, അപ്പോൾ തന്നെ നമ്മൾ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ ധനുഷ്കോടി പോവാണ്. അപ്പോൾ കണ്ണൻകുട്ടൻ നല്ല ഉറക്കമായി. കാരണം രാവിലെ നേരത്തെ എണീറ്റ് പിന്നെ ഭയങ്കര ഒരു ഹെക്റ്റിക്കായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് ഭയങ്കര ക്ഷീണമായി. അങ്ങനെ ഞങ്ങൾ ധനുഷ്കോടി എത്തി. അവിടുന്ന് അധികം ദൂരമൊന്നും രാമേശ്വരത്ത് നിന്ന് ധനുഷ്കോടിയിലേക്ക് അധികം ദൂരമൊന്നുമില്ല കേട്ടോ. നല്ല അടിപൊളി കാഴ്ചയായിരുന്നു. നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെയൊക്കെ കുറേ നേരം നിന്ന് അവിടെയൊക്കെ നല്ല തിരക്കായിരുന്നു. പിന്നെ വെയിലും ആയിരുന്നു കേട്ടോ. പക്ഷേ രാത്രിയൊക്കെ നല്ല തണുപ്പായിരുന്നു. പക്ഷെ പകലും നല്ല വെയിലും ഉണ്ട്. ആ കടലിൻ്റെ കാറ്റ് ഭയങ്കരമായിരുന്നു. പിന്നെ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ APJ അബ്ദുൽ കലാമിൻ്റെ വീട്ടിലേക്ക് പോയി. കാരണം നമുക്ക് കുട്ടികൾക്കൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം എന്നുണ്ടായിരുന്നു. അകത്ത് എന്താ പറയുക, ഫോട്ടോ അലൗഡ് ആയിരുന്നില്ല. അതിനുശേഷം നമ്മൾ തിരിച്ച് വീണ്ടും പാമ്പം പാലത്തിലേക്ക് എത്തി. ഒരു അടിപൊളി വ്യൂ ആയിരുന്നു. കാരണം നമ്മുടെ ഒരു ട്രെയിൻ അങ്ങനെ കടന്നു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും കണ്ട് കുറേ നേരം ഞങ്ങൾ അവിടെ നിന്നു. അതിനുശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്കല്ല, നമ്മൾ തിരിച്ച് മധുരൈ മീനാക്ഷി ക്ഷേത്രത്തിലേക്കാണ് പോയത്. അങ്ങനെ മധുരൈ മീനാക്ഷി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്.